നമസ്കാരം, ഐ എം ഡോക്ടർ പാർവതി വിജയൻ, ആയുർവേദിക് കൺസൾട്ടൻറ്റ്. വുമൺഹുഡ് എന്ന് പറയുന്നത് സത്യത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലേ. പക്ഷെ ചില സ്ത്രീകളെങ്കിലും അത് സമ്മതിച്ചു തരാറില്ല. കാരണം അവർ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ചില പ്രത്യേകതരം ഫാക്ടേഴ്സാണ്. എന്താണ് ആ ഒത്തിരി അനുഭവപ്പെടുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മെൻസ്ട്രേഷനെ കുറിച്ചോ ആ സമയത്ത് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു പീരീഡിൻ്റെ ഡേറ്റിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ചില സ്ത്രീകൾക്കെങ്കിലും അനുഭവപ്പെടുന്ന ചില പ്രത്യേകതരം ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസിനെ കുറിച്ചാണ്. ആൻഡ് മൈ ടോപ്പിക് ഈസ് പ്രീ മെൻസ്ട്രൽ സിംറ്റം അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS. PMS എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാഴ്ച മുന്നെയോ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നെയോ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ ഫേസിന് ശേഷം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണാനും പാടില്ല താനും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ? അത് നമുക്ക് നോക്കാം. ഈ ലക്ഷണങ്ങളെ നമുക്ക് 3 തരത്തിലാക്കി തരംതിരിച്ച് പറയാം. ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ. ഫിസിക്കലി പറയുമ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? മിക്ക സ്ത്രീകൾക്കും ഈ ഒരാഴ്ച അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഡേറ്റിനോട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ മസിലിന് മൊത്തത്തിലൊരു വേദന, ജോയിൻറ്റ് പെയിൻ. അതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഉത്സാഹക്കുറവ്. അപ്പോൾ അവർ പറയും ഒന്നിനും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും മുന്നത്തെ പോലെ ഒരു എനർജി കിട്ടുന്നില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. എപ്പോഴും ഉറങ്ങാൻ തോന്നുക, എപ്പോഴും ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് ബ്രസ്റ്റ് ടെൻഡർനെസ്. ആ ഒരു സമയമാകുമ്പോൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് വല്ലാത്തൊരു വേദന അനുഭവപ്പെടും. ചിലർക്കെങ്കിലും അവർ നോട്ടീസ് ചെയ്യും, ശരിയാവും എൻ്റെ ഡേറ്റ് അടുക്കാറായി, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മറ്റു ചിലരായിട്ട് അതൊന്നും ശ്രദ്ധിക്കത്തുകൂടിയില്ല. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ചിലർക്ക് ഫുഡ് ക്രേവിങ്സ് കൂടാറുണ്ട്. ചില പ്രത്യേക തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തോന്നാറുണ്ട്. ചിലർക്കാണെങ്കിലൊട്ടെ വിശപ്പ് തോന്നത്തേയില്ല. അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടാവുന്നതാണ് ഇൻഡൈജഷൻ, അല്ലെങ്കിൽ ആഹാരം കഴിച്ചത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാതെ വരിക, അത് മുതലായിട്ടുള്ള അസുഖങ്ങൾ. അബ്ഡോമിനൽ ബ്ലോട്ടിംഗ്, ഒരു തരത്തിലൊരു ഉരുണ്ടുകയറ്റവും പെരുക്കവും ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥയും ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടാവുന്നതാണ് ആക്നീസ്. ആ ഒരു സമയമാകുമ്പോൾ എവിടെ നിന്നില്ലാതെ കുറേ കുരുക്കൾ പൊട്ടിമുളയ്ക്കും. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, കുറച്ച് നാൾ മീൻസ് ഈ ഒരു 1 or 2 വീക്സ് ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും അത് സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. ചിലർക്ക് അതുപോലെ അനുഭവപ്പെടുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. ചിലർക്കാകട്ടെ ഡയറിയ. ഇത് രണ്ടും അനുഭവപ്പെടാത്ത കൂട്ടർ വേറെ. ഇമോഷണലി എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർക്ക് ഉണ്ടാവാറുള്ളത്? കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഡിപ്രഷൻ. എന്തെന്നില്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിപ്രസ്ഡ് ആവുക. ഒരു തരം ഒന്നിനും ഉത്സാഹം തോന്നാതിരിക്കുക. അതുപോലെ തന്നെ ആൻസൈറ്റി, എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് ടെൻഷൻ ആവുക. നമ്മൾ ഇൻട്രസ്റ്റോടെ ചെയ്തുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും ഇൻട്രസ്റ്റ് കുറയുക, പതിവില്ലാതെ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക, ആൻസൈറ്റി അനുഭവപ്പെടുക. ചിലർക്കാകട്ടെ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് ദേഷ്യം വരും. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് പാർട്ട്നേഴ്സിനാണ് കേട്ടോ. അവർ ചിന്തിക്കും, നീ എന്തിനാ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? അപ്പോൾ പറയും, എന്നെ ആരും ഇല്ലല്ലോ എന്നായിരിക്കും സ്ത്രീകളുടെ മറുപടി. കാരണം അവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഒരു കാരണമില്ലാതെ രാത്രി പൊട്ടിക്കരയുക, പിന്നീട് ചിന്തിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞേ? ഒരാവശ്യമില്ലാതെയല്ല ഞാൻ കരഞ്ഞേ. അതുപോലെ തന്നെ കുടുംബക്കാരായിട്ടും ഹസ്ബൻഡായിട്ടും മക്കളായിട്ടും എല്ലാം ആവശ്യമില്ലാതെ വഴക്കടിക്കുക. അപ്പോൾ പിന്നീട് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യും, ഞാൻ എന്തിനാ ഇങ്ങനെ അവരെ വഴക്ക് പറഞ്ഞ്, പാവ എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ പാവ ഹസ്ബൻഡ്, വെറുതെ ആവശ്യമില്ലാതെയാണ് ഞാൻ ഈ വഴക്കടിച്ചത് എന്ന് ഇത് ആലോചിച്ച് അവർ തന്നെ റിഗ്രറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഈ സമയത്ത് സെക്സിൽ ഏർപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സെക്സിൽ ഉള്ള താല്പര്യക്കുറവ് തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അവരറിയുന്നില്ല ഇതാണ്, അല്ലെങ്കിൽ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണമാണ് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ കോസസ്? നമ്മൾ പറയുന്ന പോലെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന സെറട്ടോണിൻ ലെവൽ പെട്ടെന്ന്
കൊണ്ട് ഡിപ്ലീറ്റ് ആവുന്നു. ഈസ്ട്രജൻ സെറട്ടോണിൻ ലെവൽ കൊണ്ട് പെട്ടെന്ന് കുറയുന്നത് വഴിയാണ് നമുക്ക് മൂഡ് സ്വിങ്സ് പോലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റ് വിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. വൈഫിന് പീരീഡ് ഡേറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡിന് അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര 1 or 2 വീക്സ് ആയിട്ടുണ്ട്, അവളുടെ ഡേറ്റ് അടുക്കാറായിട്ടുണ്ട്, മേ ബി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അവളെ കുറച്ചും കൂടെ കെയർ ചെയ്യണം എന്ന് ഹസ്ബൻഡ് അവെയർ ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് അവയർനെസ് കൂടെ വേണം. നമുക്ക് ഈ വക കാര്യങ്ങളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുകയും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഞാനപ്പോൾ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് വേണം പെരുമാറാൻ എന്നുള്ളത് സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശീലിക്കുക. ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ടൈംലി ഫുഡ് കഴിക്കാൻ ശീലിക്കുക. ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കുക. 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ പോസിറ്റീവ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ബ്രീതിങ് എക്സസൈസ്, അതുപോലെ യോഗ, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിന് കൺട്രോളിൽ നിർത്താൻ നമുക്ക് പറ്റും. നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് കേട്ടോ ഈ യോഗ എന്ന് പറയുന്നത്. പ്രാണായാമം പ്രത്യേകിച്ചും ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിലുള്ള ആ ഒരു പോസിറ്റീവ് വൈബ്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഹോട്ട് ബാത്ത്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഹോട്ട് ബാത്ത്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഇത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കേട്ടോ. ഈ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ഭാവിയിൽ ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അവെയർ ആയിരിക്കുക. നമുക്കുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവെയർ ആയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരും അത് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യകത വരിക? ഇപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ്, അതായത് ഫിസിക്കലി ആകട്ടെ ഇമോഷണലി ആകട്ടെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിംറ്റംസ് വേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, കരിയറിനെ അത് നശിപ്പിക്കാൻ നോക്കുക, അങ്ങനെയുള്ള സിംറ്റംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മളൊരു സൈക്യാട്രിക് ഡിസോർഡറിൻ്റെ കീഴിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. So try to take rest, stay hydrated, stay positive and have happy periods. Thank you.